വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഉണങ്ങി ഇടുന്നു ഒഴിച്ചു സ്റ്റവ് കത്തിച്ചു. നമ്മൾ നാരങ്ങ എടുത്തു. ഇതുണ്ടോ നാരങ്ങ, ചെറിയ നാരങ്ങ എടുത്തു, ചെറുനാരങ്ങ മുറിച്ചു നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ടു. ഇതുണ്ടോ ഇനി ഒരു ഗ്ലാസ് നമ്മൾ ഈ കുക്കറങ്ങ് അടയ്ക്കാൻ പോവാം. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ പഴയ പൈപ്പായിരുന്നു. ഇവിടെ കിടന്ന് ഇതാ എനിക്ക് കിട്ടിയത്. എനിക്ക് ഏത് പൈപ്പ് ഉപയോഗിക്കാം. ഇത് കിട്ടിയപ്പോൾ ഞാനിതുകൊണ്ട് ഈ കത്രിക ഉപയോഗിച്ച് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതുണ്ടോ ഇത് കളഞ്ഞു. എന്നിട്ട് ഇനി ഇവിടെ കുത്താൻ പോവാം. ഇതിപ്പോൾ ആവി വരാൻ തുടങ്ങുവേ. ഇതിപ്പോൾ നമ്മളിവിടെ വയറ് ഇതിങ്ങനെ ഇത് പൈപ്പ് കുത്തി ഇനി അതുപോലെ ഇപ്പോൾ ആവി വരാൻ തുടങ്ങി. ഇതുണ്ടോ കാണാമല്ലോ നമ്മളതിൻ്റെ അറ്റം. പക്ഷേ ഇതിനകത്ത് കമ്പിയാണല്ലോ ഈ പൈപ്പിനകത്ത്. ഇത് ഗ്യാസ് പൈപ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് നല്ല ചൂടാണ്, പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു പണി ചെയ്തു. ഇങ്ങനെ തോർത്തെടുത്തങ്ങ് ചുറ്റി, തുണി എടുത്തങ്ങ് ചുറ്റി. പക്ഷേ പിന്നെ ഒരു പ്രോബ്ലം വന്നു. ഇവിടുന്ന് വെള്ളം തിളച്ച വെള്ളം ഇങ്ങനെ തൊഴിലായിട്ട് പുറത്ത് കേടാൻ തുടങ്ങി. കണ്ടോ വെള്ളം പോകുന്നത്. അത് നമ്മുടെ കൈ കൊണ്ടു. അതിന് വീണ്ടും ഒരു ഐഡിയ തലേ വന്ന് ഞാൻ വീണ്ടും ഇത് ഇങ്ങനെ ചെയ്തു. ഈ വെള്ളം ഈ തോർത്തയിലേക്ക് വെള്ളം വന്ന് നിറഞ്ഞു. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ വെള്ളം ഒഴുകി വന്ന് ഈ തോർത്തയിലോട്ട് പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു അപകടം വരിക. എന്നിട്ട് ഇനി നോക്കിയോ, ഇത് നമ്മൾ മൂക്ക് തുറന്ന് പിടിക്കുക, വാ തുറക്കുക, മൂക്കിക്കൂടെ കളയുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറയുന്നത്, ഡയറക്റ്റ് നമ്മുടെ തൊണ്ണ വരെ ഈ ആവി പോകുന്നുണ്ടോ കേട്ടോ. മൂക്ക് ഒരു മൂക്കട ഹോൾ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വിടുക. നമുക്കൊരു 3 മിനിറ്റത്തെ ആവി വിടുത്തുള്ളൂ ഒരാൾക്ക്. ഇപ്പോൾ നമുക്ക് വീട് സ്റ്റീമർ ഇല്ലല്ലോ. പക്ഷേ ഇനി ഞാൻ തന്നെ ചെയ്യും. കടയൊന്നും തുറന്നിട്ടില്ല. അല്ല സ്റ്റീമർ മേടിക്കും, പൈസ ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഉണങ്ങിയ നാരങ്ങയുള്ളൂ. എല്ലാം നമുക്കിതിന് പരിഹാരമാണ്. ഉണങ്ങിയ നാരങ്ങ തന്നെയാണ് ഇത് നല്ലത്. ഇത് തൊലിയോടുകൂടി വേകണം. പിന്നെ ഈ പൈപ്പ് കൊണ്ടൊന്നുമില്ല, എനിക്കിതാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. ഞങ്ങൾ സിറ്റിയിലായിരുന്നു. നിങ്ങൾക്ക് ഏത് പൈപ്പ് ഉപയോഗിക്കാം. ചെറിയ വെള്ളത്തിൻ്റെ ഓസോ ചെറിയൊരു പൈപ്പ് ഏത് വെള്ളം ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങനെ സൂക്ഷിക്കണം. ചൂടുവെള്ളം കയ്യെ വീഴാതെ ഇങ്ങനെ പിടിക്കണം. അതിന് മുകളിലൊരു തുണി ചുറ്റണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് എത്ര നിങ്ങൾക്ക് നേരം ആവി കൊള്ളാം. ഒരു ദിവസം 3-4 വർഷം ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ കൊടുക്കാം. ചെവിയുടെ ഈ ഭാഗത്ത്, തലയ്ക്ക്, മൂക്കിനകത്തോട്ട്, വായിക്കകത്തോട്ട്. ഇത് പുട്ടിൻ്റെ കുടം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ ഇപ്പോൾ പുട്ടുകുടം ഇല്ല. പുട്ടുംകുടത്തിലും അതുപോലെ നമ്മൾ വായിക്ക് ഒരു തുണി കെട്ടണം. നല്ല കനമുള്ളൊരു തുണി കെട്ടിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കണം. നടുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ പൈപ്പ് അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ആമ്പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ചെയ്ത് തരും. അത് ഫിക്സ് ചെയ്ത് കുടത്തിനകത്തോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുത്തിയിട്ട്, അപ്പോൾ ഇവിടെ കുറച്ച് ജാഗ്രത ആയിരിക്കണം മാത്രം. അത് ചിലപ്പോൾ തെന്നിപ്പോരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ മുറുക്കി നിങ്ങളെന്തെങ്കിലും ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കൊറോണ ഇന്ന് വെന്റിലേറ്റർ കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇപ്പം മെഡിക്കൽ സെക്ഷനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ റോഡിൽ കിടന്ന് മരിക്കുന്നു. അങ്ങനെ ഒത്തിരി നമ്മൾ കണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഏറ്റവും നിസ്സാരമായ ഈ കാര്യം, പക്ഷേ ഇത് ഭയങ്കര അനുഭവമുള്ള കാര്യമാണ്. നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ആൾക്കാർ രക്ഷപ്പെടട്ടെ, ജീവിക്കട്ടെ. അവർ ഇപ്പോൾ കഫം നന്നായിട്ട് കഫം ഇളവും നമ്മുടെ വായിക്കൂടെ. പിന്നെ നിങ്ങൾ കുറച്ച് ഒരു ഗുളിക എന്തെങ്കിലും കഴിക്കുന്ന ലൂസ് മോഷനും കൂടെ ആക്കുക. അപ്പോൾ ഈ കഫം എല്ലാം കൂടെ നന്നായിട്ട് ഇതാവും. ലൂസ് മോഷനായിട്ടങ്ങ് പോകുമ്പോൾ നമുക്ക് റിലീഫ് ഉണ്ടാവും. ബോഡിയെല്ലാം റിലീഫാവും. കെട്ടിക്കെട്ടുന്ന കഫം, അത് തലച്ചോറ് ഇത് മൂക്കുകൂടെ അടിക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിറഞ്ഞു കിടക്കുന്ന കഫം, ബ്ലോക്കായി കിടക്കുന്ന കഫം, ഇവിടെ കിടക്കുന്ന കഫം, ഇതെല്ലാം ഇതിനകത്ത് ഇളകിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. പിന്നെ മൂക്കിനകത്ത് തലച്ചോറിലും ഇവിടെ ഫോറഹെഡിലും ഒക്കെ ഉള്ള കഫം എല്ലാം ഇളകിപ്പോകാൻ ഈ ആവി പിടുത്തം വളരെ നല്ലതാണ്. ഒരു ദിവസം 3-4 പ്രാവശ്യം. ഇത് സിമ്പിളായ കാര്യമല്ലേ, വലിയ ചിലവൊന്നുമില്ല. യുടെ ഒരു സന്ദേശമാണ്. ഞങ്ങളൊരു ലാഭവും വിചാരിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അത്രയും പേർക്ക് അയച്ചു കൊടുക്കട്ടെ. ഒത്തിരി ആൾക്കാർ മരണശൈലിനെ ഉയർത്തെഴുന്നേൽക്കട്ടെ. അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് എല്ലാവരും ചെയ്യുക, ഇത് ചെയ്യുക.